കൂടെയുണ്ടാകാൻ ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കേണ്ടതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജനിച്ച തീയതിക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ 1-ാം തീയതി ജനിച്ചവരാണോ എങ്കിൽ സൂര്യന്റെ ഊർജ്ജമാണ് നിങ്ങളിലുള്ളത്. നിങ്ങൾ 2-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ ചന്ദ്രന്റെ കുളിർമയും ശാന്തതയുമാണ് നിങ്ങളുടെ സ്വഭാവം. സർഗാത്മകതയും സ്നേഹവും നിറഞ്ഞ നിങ്ങൾക്ക് പാർവതി ദേവിയെ ഉപാസിക്കുന്നത് മനസമാധാനവും വിജയവും നൽകും. 3-ാം തീയതി ജനിച്ചവരെ നയിക്കുന്നത് ദേവഗുരുവായ വ്യാഴമാണ്. അറിവും വിവേകവും നിങ്ങളുടെ മുഖമുദ്രയാണ്. ജീവിതത്തിൽ ഉന്നത പദവികൾ ലഭിക്കാൻ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് അത്യുത്തമമാണ്. വിപ്ലവകരമായ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന 4-ാം നമ്പറുകാരെ ഭരിക്കുന്നത് രാഹുവാണ്. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ സർപ്പദൈവങ്ങളെയോ ദുർഗാദേവിയെയോ ആരാധിക്കുന്നത് നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകും. ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമായ ബുധനാണ് 5-ാം തീയതി ജനിച്ചവരുടെ അധിപൻ. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ കഴിവുള്ള നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ആഡംബരത്തിന്റെയും കലകളുടെയും അധിപനായ ശുക്രനാണ് 6-ാം നമ്പറുകാരെ നയിക്കുന്നത്. ആത്മീയതയുടെയും നിഗൂഢതയുടെയും കാരകനായ കേതുവാണ് 7-ാം തീയതി ജനിച്ചവരുടെ വഴിവിളക്ക്. കർമ്മഫലദാതാവായ ശനീശ്വരന്റെ കരുത്തിലാണ് 8-ാം തീയതി ജനിച്ചവർ ജീവിക്കുന്നത്. ധൈര്യത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും പ്രഭാവമുള്ള 9-ാം നമ്പറുകാരെ നയിക്കുന്നത് ചൊവ്വയാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ പോയി കാണുക. ലിങ്ക് താഴെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നൽകിയിട്ടുണ്ട്. മറക്കാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.